Yeah. Came at 17. Damn. Give me my money. ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഒരു മാസമായി വീഡിയോ ചെയ്തിട്ട്, ഒരു മാസമായി. പക്ഷേ ഈ ഒരു മാസത്തിനകത്ത് ഒരുപാട് വ്യൂ ഒക്കെ വന്നു ചാനലിൽ. എൻ്റെ 2 വീഡിയോയ്ക്ക് 1K മേളിൽ വ്യൂസ് പോയി. ആദ്യമായിട്ടാണ് അങ്ങനെ സംഭവം. സോ താങ്ക്സ് ഫോർ ദാറ്റ്. നമ്മൾ ഇടുന്ന വീഡിയോസ് ആർക്കൊക്കെ ഉപകാരപ്പെടുന്നുണ്ടെന്ന് അറിയുന്നതിൽ ഒരു സന്തോഷമുണ്ട്. ഒരുപാട് പേർക്ക് ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് അയച്ചായിരുന്നു. സോ അവർക്കൊക്കെ വലിയ താങ്ക്സ്. എനിവേസ്, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ പേര് ഗോകുൽ സുരേന്ദ്രൻ, സൂപ്പർ ഗൂഗിൾ ചാനൽ. ഞാൻ ഒരു മൊബൈൽ ടെക്നീഷ്യനാണ്. മൊബൈൽ സർവീസ് ചെയ്യുക, സെയിൽ ചെയ്യുകയൊക്കെയാണ് എൻ്റെ ജോലി. ഇവിടെ ബഹറിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. സോ ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യുന്ന ഫോണിൻ്റെ പേരാണ് സാംസങ് A03s. ഇതിൻ്റെ വിലയും തുടങ്ങാം. ഈ മോഡലിൽ എൻ്റെ ആയിരിക്കുന്ന മോഡൽ 3GB റാം 32GB മെമ്മറി ഉള്ള മോഡലാണ്. ഇതിന് വരുന്നത് ഏകദേശം 11,000 സംതിങ് ആണ് നാട്ടിലെ പ്രൈസ്. ആമസോൺ പ്രൈസ് താഴെ ലിങ്ക് ചെയ്തേക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ 4GB 64GB വേരിയൻ്റ് ആണെങ്കിൽ അതിന് ഏകദേശം 12,000 രൂപ, 12,000 റുപ്പീസ് വരും. ആൻഡ് ഇതൊരു നല്ല ഫോണാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്കൊരു സാംസങ് ഫോൺ വേണമെങ്കിൽ, ഇപ്പോൾ ഒറ്റയാക്കി പറയുകയാണെങ്കിൽ ഫോൺ കൊള്ളാം, കുഴപ്പമില്ല. ഒരു ക്യാഷ്വൽ ഉപയോഗമുള്ള ആൾക്കാർക്ക് എനിക്കൊരു നല്ല അത്യാവശ്യം വലിയ ഡിസ്പ്ലേ ഉള്ള ഒരു സാംസങ് ഡിവൈസ്, അല്ലെങ്കിൽ ഓൾറെഡി ഞാൻ യൂസ് ചെയ്ത സാംസങ് ഡിവൈസാണ്, എനിക്ക് വീണ്ടും ഒരു സാംസങ് ഡിവൈസ് മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫോണാണിത്. ഇതൊരിക്കലും ഗെയിമിങ്ങിനൊന്നും ഞാൻ സജസ്റ്റ് ചെയ്യത്തില്ല. ഗെയിമിങ് കളിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് വേറെ ഒരുപാട് നല്ല ഫോണൊക്കെ ഉണ്ട്, അതൊക്കെ എടുക്കുക. ഈ റേഞ്ചിൽ തന്നെ കുറച്ചും കൂടെ റാം മെമ്മറിയൊക്കെ ഉള്ള വേറെ മൊബൈലുകളുണ്ട്, റിയൽമിയിലെല്ലാം. ഞാനീ പറഞ്ഞത് സാംസങ് ഫോണുകൾ ഉപയോഗിച്ച് അത് ശീലിച്ചിട്ട് അത് തന്നെ മതി എന്നുള്ള ആൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് മെയിനായിട്ട്. ബിൽഡൊക്കെ പ്ലാസ്റ്റിക്കാണ് ബാക്കിൽ. ക്യാമറയൊക്കെ ഓക്കെ ക്യാമറയാണ്, വലിയ ഒരു സംഭവമായിട്ടൊന്നും എനിക്ക് പറയാനില്ല. ക്യാമറ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഇതിൻ്റെ പുറത്തെ ക്യാമറ വരുന്നത് മെയിൻ സെൻസർ 13 മെഗാപിക്സലാണ്. ഫുൾ HD വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു യൂട്യൂബ് ചാനലൊക്കെ നടത്താത് വെച്ചിട്ട് 1080p വീഡിയോ റെക്കോർഡ് ചെയ്യാനകത്ത് എന്തായാലും പറ്റും. സോ അതൊക്കെയാണ് ഇതിൻ്റെ ഒരു സംഭവങ്ങൾ. പിന്നെ നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ എൻ്റെ റെക്കമെൻഡേഷൻ 64GB വേരിയൻ്റ് എടുക്കുക. അതുപോലെ ഇത്രയും പ്രൈസ് ആവുകയാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾക്ക് സാംസങ് M12ഉം A12ഒക്കെ ഒന്ന് നോക്കാവുന്നതാണ്. അതും ഈ പ്രൈസ് റേഞ്ച് തന്നെയാണ് വരുന്നത്. അതിനെപ്പറ്റി നമ്മൾ വീഡിയോ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ അത് നല്ല ഫോൺ തന്നെയാണ്. നിങ്ങൾക്കിത് ഗിഫ്റ്റ് കൊടുക്കാനൊരു പ്രശ്നമൊന്നും കാണില്ല. ആർക്കെങ്കിലും ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കാനാണെങ്കിലും ഈ ഫോണ് വലിയ ഇഷ്യൂസ് ഒന്നും കാണുന്നില്ല. ഇത് അതിൻ്റെ പണി അതങ്ങ് ചെയ്തോളൂ. പ്രൊസസ്സർ എന്ന് പറയുന്നത് ഹീലിയോ പ്രൊസസ്സറാണ്. ഹീലിയോ P35 പ്രൊസസ്സറൊക്കെയാണ് ഇത് വരുന്നത്. നേരത്തെ പറഞ്ഞാൽ ക്യാഷ്വൽ ഗെയിമിങ്ങിനും കാര്യങ്ങളൊക്കെ നടന്നു പോകും. ഹെവി ഗെയിമിങ്ങിനൊന്നും ഇത് നമ്മൾ സജസ്റ്റ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് എന്താ പറയുക, ഒരു ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ ഇടാനും അതൊക്കെ ഉപയോഗിക്കാനൊക്കെ ഇത് ജോലി, ആ പണിയൊക്കെ നന്നായിട്ട് ചെയ്യും. അപ്പോൾ ആ ഒരു ഐഡിയ ആയിട്ട് വേണം ഇത് നോക്കാൻ. അല്ലാതെ വലിയൊരു പെർഫോമൻസ് ഹെഡായ ഫോണൊന്നും അല്ലത്, നോർമൽ ഫോണാണ്. സോ അതായിരുന്നു എൻ്റെ റിവ്യൂ. ഇതിനെപ്പറ്റി വേറെ പരാതികളൊന്നും എനിക്കില്ല. ഇത് എനിക്ക് തോന്നുന്നു ഞാനൊരു 5 പീസോളം വിറ്റിട്ടുണ്ട്, 5 അതിൽ വിറ്റിട്ടുണ്ട്. ആർക്കും ഇതൊരു കംപ്ലൈൻറ്റ് ഒന്നുമില്ല. ഇത് കൊടുത്തതല്ല, ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ക്യാഷ്വൽ യൂസേഴ്സ് ആൾക്കാർക്കാണ് ഞാൻ മെയിനായിട്ട് ഇത് കൊടുത്തത്. ആൾക്ക് തന്നെ അതുകൊണ്ട് വലിയ കംപ്ലൈൻറ്റ് ഒന്നുമില്ല. ഒരു ഹെവി യൂസേഴ്സിനൊന്നും ഇത് ഞാൻ എന്തായാലും സജസ്റ്റ് ചെയ്തില്ല. എടുത്ത് പറഞ്ഞാൽ ക്യാഷ്വൽ യൂസേഴ്സ് ഒക്കെ ആണെങ്കിൽ ഓക്കെ ആയിരിക്കും. സാംസങ്ങിൻ്റെ UI വളരെ നല്ലതാണ്. അതായത് ഓപ്പറേറ്റിംഗ് ഇൻ്റർഫേസും ഭയങ്കര നല്ലതാണ്. എൻ്റെ അഭിപ്രായത്തിലും ആൻഡ്രോയിഡിൽ നല്ലൊരു ഓപ്പറേറ്റിംഗ് UI ഒക്കെ ഉള്ളൊരു സെറ്റാണ് ഈ സാംസങ് ഡിവൈസുകൾ. ഇപ്പോൾ നേരത്തെയൊക്കെ ഭയങ്കര ബഗ്ഗും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഒത്തിരി മാറിയിട്ടുണ്ട്, ഒത്തിരി നന്നായിട്ടുണ്ട്. സോ ആൻഡ്രോയിഡിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഈ ഫോണിൽ ഇപ്പോൾ ഓടുന്നത് ലാസ്റ്റ് ഇന്നലെ ഒരു അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഓടുന്നത് ആൻഡ്രോയിഡ് 11 ആണ് ഇത് വർക്ക് ചെയ്തത്. 1UI 3.1 ആണ് ഇത് ഓടുന്നത്. അതുകൊണ്ട് നല്ല നിങ്ങൾക്ക് UI-യിൽ വലിയ ഇഷ്യൂസ് ഒന്നും വരാൻ ചാൻസ് വളരെ കുറവാണ്. പിന്നെ നിങ്ങൾ ഒരു കാര്യം മറക്കാതിരിക്കും, നിങ്ങൾ ഈ സെറ്റ് ആൻഡ്രോയിഡ് സാംസങ് ഡിവൈസ് ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾ സെറ്റിങ്സിനകത്ത് പോയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ
ബാറ്ററി ആൻഡ് ഡിവൈസ് കെയർ എന്നൊരു ഓപ്ഷൻ വരും. അവിടെ ഡിവൈസ് പ്രൊട്ടക്ഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് ഓപ്പൺ ആക്കിയിട്ട് അതൊന്ന് ഓൺ ആക്കിയിട്ടേക്ക്. അപ്പം നമ്മുടെ സാംസങ് ഡിവൈസുകളിൽ ബിൽഡിനായിട്ട് തന്നെ ഒരു ആൻറ്റിവൈറസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ഓൺ ആക്കിയിട്ടേക്ക്. പുതിയ ഓഫ് ആയിരിക്കും. അപ്പോൾ ഓൺ ആക്കിയിടുന്ന നന്നായിരിക്കും. അതെനിക്ക് പറയാനുള്ളൂ. പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്യാഷ്വൽ യൂസേഴ്സിന് പറ്റിയ ഒരു ക്യാഷ്വൽ ഫോൺ. അതാണ് എൻ്റെ അഭിപ്രായം A03s പറ്റിയിട്ട്. പിന്നെ 5000 വെച്ച് ബാറ്ററി ഉണ്ട്. ബാറ്ററി പറഞ്ഞില്ല, 5000 വെച്ച് ബാറ്ററി ഉണ്ട്. പൊതുവെ എല്ലാ ഫോണിനും മിനിമം 5000 വെച്ച് ബാറ്ററി തന്നെ വേണം. നിങ്ങൾ ഈ മോഡൽ തന്നെ മേടിക്കാൻ പോവുകയാണെങ്കിൽ എൻ്റെ സജഷൻ 4 GB റാമും 64 GB വേരിയൻറ്റ് എടുക്കുക എന്നതായിരിക്കും. മെമ്മറി കൂടുതലായിരിക്കും. നിങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്യാനൊക്കെ ആണെങ്കിൽ ഈ 3 GB 32 GB ഓടിയോ പ്രശ്നമൊന്നുമില്ല. വില കുറച്ച് സെറ്റാണ്. ഗിഫ്റ്റ് ചെയ്യാൻ നല്ലതായിരിക്കും, ആർക്കെങ്കിലും കൊടുക്കാനൊക്കെ ആയിട്ട്. അതുപോലെ തന്നെ സാംസങ് M12 ഒന്ന് സജസ്റ്റ് ചെയ്യുക, ഒന്ന് നോക്കുക. നിങ്ങൾ ഈ ഒരു റേഞ്ചിൽ ഈ റേഞ്ച് തന്നെ അതിന് വരുന്നത്. എനിക്ക് 12,000 റേഞ്ചിലാണ് അതിൻ്റെ വില വരുന്നത്. സോ ഒന്ന് നോക്കുക. നിങ്ങൾ ഈ ഫോൺ സാംസങ്ങിന് എടുക്കാൻ പോവുകയാണെങ്കിൽ അത് നോക്കുക. പിന്നെ ഈ വീഡിയോയുടെ അർത്ഥം ഇത് ഭയങ്കര നല്ല ഫോണാണെന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. ഈ റേഞ്ച്, ഈ പ്രൈസ് റേഞ്ച് തന്നെ വേറെ ഫോണുകളൊക്കെ ഉണ്ട്. പിന്നെ ഞാനൊരു റിവ്യൂ കുറേ ഇടണം എന്നുള്ളത് വീഡിയോ എടുത്തതേ ഉള്ളൂ. കുറേ ആരും വീഡിയോ ഒക്കെ ഇട്ടിട്ട്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ കമൻറ്റുകളൊക്കെ താഴെ രേഖപ്പെടുത്തുക. നമ്മളെല്ലാം വായിക്കുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ ഈ ഫോൺ വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ലിങ്കൊക്കെ ഇട്ടേക്കാം താഴെ. അതുപോലെ തന്നെ എന്താ പറയുക, വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കാതിരിക്കും. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളോ കാര്യങ്ങളോ ഫോണിനെ പറ്റി എന്തെങ്കിലും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കാതിരിക്കും. സോ പുതിയ വീഡിയോ ആയിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ അത്രേ ഉള്ളൂ പറയാം. വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ. See you soon.